എന്തടാ നമ്മളവിടെ കാറ്റടിക്കാണ് വന്നിരിക്കുന്നത്, അല്ല അവിടെ യൂണിയന്റെ സമരത്തൊന്നല്ല ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒട്ടും പ്രൊഫഷണൽ അല്ല. ഇതിപ്പോ എന്റെ കഞ്ചിന് ഞാൻ തന്നെ പാർട്ടിയുടെ സീനാണ്. കൈയും കാലും കാണിക്കുന്നുണ്ട്. വാടാ യൂണിയൻകാരെ. റിസപ്ഷനൊക്കെ ഇല്ലേ, ഒരു 2 ടെണ്ണമ്മിലൊക്കെ അടിച്ചിട്ട് ഒരു ചാർജ് ആയിട്ട് നിൽക്കും. ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും. പിന്നെ അടിക്കൂ. അതിന് ചേട്ടാ ഞാൻ വരാം, സന്തോഷമുള്ള കാര്യമില്ലേ? അതിനാവോ ഒരു ടെണ്ണമ്പലിയുടെ കേസല്ലേ? നോക്കാം. ശേഖരമാമന്റെ വീട്ടിൽ വന്നിട്ട് ആരും മനനിമ്മതി ഇല്ലാതെ തിരിച്ചു പോകാൻ നമ്മൾ താമസിക്കില്ല. നിങ്ങള് തെക്കേക്കരയാ വടക്കേക്കരയാ? തെക്കേക്കര. നിങ്ങള് പാടത്തിന്റെ അപ്പുറത്തെ സൈഡാ ഇപ്പുറത്തെ സൈഡാ? അപ്പുറത്തെ സൈഡ്. അപ്പൊ നിങ്ങൾ സുധാകരൻ മാമന്റെ സൈഡാ സുമതി അമ്മായിയുടെ സൈഡാ? പാവം തങ്കപ്പെട്ട മനുഷ്യൻ കുടിക്കാൻ കള്ളും തിന്നാനും എല്ലാം തന്നു, വീടും തന്നു. മാമ നമ്മള് കാട്ടകളാണ് മാമ, കാട്ടകൾ. കഴിക്കാനൊന്നും ഇല്ലാത്തോണ്ട് രാവിലെ വന്ന് കയറിയതാണ്. ഇവ ആരെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. സുമതിയൊന്നും നമ്മുടെ മാമിയൊന്നും അല്ല. ക്ഷമിക്കണം മാമ, ക്ഷമിക്കണം. സാരമില്ല മക്കളെ, വിശന്നിട്ടില്ലേ? നിങ്ങൾ ആരെയും കൊല്ലാനും പിടിച്ചു പറിക്കാനൊന്നും പോയില്ല. വിശപ്പിന് വേണ്ടി ശൈലം കള്ളം പറഞ്ഞു. സാരമില്ല, കുറച്ച് ചിക്കൻ ഫ്രൈ കൂടെ ഇരിപ്പുണ്ട്, മാമ എടുത്തിട്ട് വരും. മക്കളത് ഫിനിഷ്. നീ എന്ത് തേങ്ങയാണ് ഈ വിളിച്ചു പറയുന്നത്? ഇനി ഈ ബാക്കി സാധനം നമുക്ക് ഇനി അങ്ങനെ തരൂ. ഇനി അങ്ങനെ കൊണ്ട് പറഞ്ഞ ചിക്കന്റെ കാലങ്ങേർക്ക് ചിറവ് മാത്രമേക്ക് നമുക്ക് കിട്ടുന്നത്. ശേഖരമാമന്റെ വീട്ടിൽ വന്നിട്ട് ഇതുവരെ ഒരുത്തനെ വലിപ്പിച്ച് പോയിട്ടില്ല. നീയും ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ.